Hi all, welcome to Study with PSC. ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഓപ്ഷൻ ഡി ജാവലിൻ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ സി നിതിൻ മധുകർ ജംദാർ. അടുത്ത ചോദ്യം, എവിടെയാണ് ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? ഓപ്ഷൻ സി മദ്രാസ്. അടുത്ത ചോദ്യം, 1913 തുടങ്ങിയ ഖദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ ബി ലാല ഹർദയാൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകിൻ്റെ ജേണൽ ഏതാണ്? ഓപ്ഷൻ ഡി മറാത്ത. അടുത്ത ചോദ്യം, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ലോർഡ് ലിൻലിത്ഗോ. അടുത്ത ചോദ്യം, PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി രാഷ്ട്രപതി. അടുത്ത ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം എടുത്തത്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. അടുത്ത ചോദ്യം, രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? ഓപ്ഷൻ സി 30. അടുത്ത ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 25. അടുത്ത ചോദ്യം, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി പയ്യന്നൂർ. അടുത്ത ചോദ്യം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ചോദ്യം, ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഓപ്ഷൻ സി ഗാന്ധിജി. അടുത്ത ചോദ്യം, രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1990 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ഓപ്ഷൻ എ ലോർഡ് കഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, അതിൻ്റെ അടുത്തതും ഡിലീറ്റഡ് ആണ്, അതിൻ്റെ അടുത്തതും ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, സെബിയുടെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ ബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 40. അടുത്ത ചോദ്യം, അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി മിസൈല്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ, ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി, വിന്ധ്യ സത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ്. ഇവിടെ തന്നിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ക്യാപിറ്റൽസ് ആണ്. അപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയാണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ബാക്കി 3 കറക്റ്റാണ്, അതൊന്ന് പറയാം. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ. ഓക്കെ, അപ്പോൾ ഇതും കൂടെ പഠിച്ചു വയ്ക്കുക. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1ഉം 3ഉം. ശരിയായ പ്രസ്താവനകൾ, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും
8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അത് ഓർത്ത് വെച്ചോണേ. ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഓർക്കാനും അത് എളുപ്പമാണല്ലോ. 28ഉം 8ഉം. ഓക്കെ. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 3. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. ഇത് തെറ്റാണ്. എവറസ്റ്റ് പോലെയുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. അത് ഓർത്ത് വെച്ചോണം. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ഹരിയാന. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 4. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി എല്ലാം ശരി. ശരിയായ പ്രസ്താവനകൾ: കേരളത്തിൻ്റെ കടൽത്തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അഡാക്ക്. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ എ 2ഉം 3ഉം. പാമ്പാടുംചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. അടുത്ത ചോദ്യം, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1ഉം 2ഉം. ശരിയായ പ്രസ്താവനകൾ: മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി 3. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് നീണ്ടകര. തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഓപ്ഷൻ സി 3. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം. മലനാട്, ഇടനാട്, തീരപ്രദേശം. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ബി 1ഉം 2ഉം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂണാണ്. കാലവർഷം എന്നാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അതൊന്നുകൂടി ഓർത്ത് വെച്ചോളൂ. കാലവർഷം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, തുലാവർഷം വടക്കു കിഴക്കൻ മൺസൂൺ. ഓക്കെ. അടുത്ത ചോദ്യം, നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഓപ്ഷൻ ബി ഇടുക്കി. അടുത്ത ചോദ്യം,
വരയാടിനെ നീലഗിരി താറിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ തമിഴ്നാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? ഓപ്ഷൻ സി വിദ്യാവാഹൻ. അടുത്ത ചോദ്യം, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ഓപ്ഷൻ എ വയനാട്. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? ഓപ്ഷൻ ബി 1949 ജൂലൈ 1. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? ഓപ്ഷൻ ഡി മുടിയേറ്റ്. ആദ്യത്തേത് കൂടിയാട്ടമാണ് കേട്ടോ, അതും കൂടെ ഓർത്തു വെച്ചോണം. അടുത്ത ചോദ്യം, നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ സി വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അടുത്ത ചോദ്യം, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ എ സി ബാലകൃഷ്ണൻ. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. അർജുനനും കൃഷ്ണനും എന്നോർത്താൽ മതി, അവർ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അപ്പോൾ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? സി ബാലകൃഷ്ണൻ. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം? ഓപ്ഷൻ എ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അടുത്ത ചോദ്യം, 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ഓപ്ഷൻ സി തുഷാർ ദേശ് പാണ്ഡെ. അടുത്ത ചോദ്യം, ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? ഓപ്ഷൻ ബി വി മധുസൂദനൻ നായർ. അടുത്ത ചോദ്യം, ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഓപ്ഷൻ ഡി 2023 ജൂലൈ 14. അടുത്ത ചോദ്യം, മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ VK മോഹൻ കമ്മീഷൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏത്? ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി. അടുത്ത ചോദ്യം, വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന വനമേഖല ഏത്? ഓപ്ഷൻ എ നാഷണൽ പാർക്കുകൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? ഓപ്ഷൻ ബി കിഴങ്ങുവർഗം. അടുത്ത ചോദ്യം, വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ഡി ഡയറിയ. അടുത്ത ചോദ്യം, മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി പ്രസ്താവന 4 ശരിയാണ്. ശരിയായ പ്രസ്താവന, ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. അടുത്ത ചോദ്യം, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ? ഓപ്ഷൻ ഡി ഈക്കോളി ബാക്ടീരിയ. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി? ഓപ്ഷൻ ഡി ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. അടുത്ത ചോദ്യം, ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ഓപ്ഷൻ ബി ഇലക്ട്രോൺ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏത്? ഓപ്ഷൻ സി കൽക്കരി. അടുത്ത ചോദ്യം, ഒരു ലോകധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ഡി 2ഉം 3ഉം മാത്രം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ, ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാവണം. അടുത്ത ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനമാണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. അടുത്ത ചോദ്യം, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി 1 and 2 മാത്രം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അതോർത്ത് വെച്ചോണം. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഓക്കെ. അടുത്ത ചോദ്യം, കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? ഓപ്ഷൻ ബി സാരഥി. അടുത്ത ചോദ്യം, ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർക്ക്. അടുത്ത ചോദ്യം, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള
വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. ഓപ്ഷൻ ബി വയോമിത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഏത്? ഓപ്ഷൻ ഡി ചിക്കൻ ബോക്സ്. അടുത്ത ചോദ്യം, ജീവകം B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ സി പെർനീഷ്യസ് അനീമിയ. അടുത്ത ചോദ്യം, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളാണ് വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി അനാരോഗ്യമായ ഭക്ഷണശീലം. അടുത്ത ചോദ്യം, മാംസത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ സി ക്വാഷിയോർക്കർ. അടുത്ത ചോദ്യം, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ വൈറസ്. അടുത്ത ചോദ്യം, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. ഓപ്ഷൻ ബി താലോലം. അടുത്ത ചോദ്യം, വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ഓപ്ഷൻ എ ബോർഡല്ല പർട്ടൂറിസ്. അടുത്ത ചോദ്യം, ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ഓപ്ഷൻ സി വെരിസെല്ല വാക്സിൻ. അടുത്ത ചോദ്യം, ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത. അടുത്ത ചോദ്യം, 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഓപ്ഷൻ എ ഹൃദ്രോഗം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ഓപ്ഷൻ സി ശ്രുതി തരംഗം. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഓപ്ഷൻ ഡി 1056. ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ഓപ്ഷൻ സി 1, 2 ആൻഡ് 4 എന്നിവ മാത്രം ശരിയാണ്. ശരിയായവ ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ്, അതോർത്ത് വെച്ചോണേ. ഓക്കെ. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി കാൺപൂർ നാനാ സാഹിബ്, ബീഹാർ കൺവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം. ചോദ്യം, ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക. ഓപ്ഷൻ സി 2, 4, 1, 3. ബോസ്റ്റൺ ടീ പാർട്ടി 1773, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776, പാരീസ് ഉടമ്പടി 1783. ഓക്കെ. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത. ചോദ്യം, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ചു ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ സി ദേശീയ ജലപാത 3. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? ഓപ്ഷൻ എ പാലക്കാട്, ഇടുക്കി. അടുത്ത ചോദ്യം,
2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഓപ്ഷൻ സി ഫിൻലാൻഡ്. അടുത്ത ചോദ്യം, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി രണ്ടു മാത്രം. ആഗോളവൽക്കരണം. അടുത്ത ചോദ്യം, രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ഓപ്ഷൻ ബി PC മഹലോനോബിസ്. അടുത്ത ചോദ്യം, 2015 ജാനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ന്യൂഡൽഹി. അടുത്ത ചോദ്യം, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി പെട്രോളിയം. അടുത്ത ചോദ്യം, സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ സെബി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം. അടുത്ത ചോദ്യം, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഓപ്ഷൻ ഡി ഗവർണർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. അടുത്ത ചോദ്യം, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഓപ്ഷൻ ബി മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ. അടുത്ത ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്? ഓപ്ഷൻ ഡി 2023 സെപ്റ്റംബർ 28. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഓപ്ഷൻ ബി CISF. അടുത്ത ചോദ്യം, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി? ഓപ്ഷൻ സി നവജീവൻ. അടുത്ത ചോദ്യം, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത്? ഓപ്ഷൻ എ 22 രൂപ. ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അടുത്ത ചോദ്യം, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്ത ചോദ്യം, 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക? ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. അടുത്ത ചോദ്യം, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 243H. അടുത്ത ചോദ്യം, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആരോഗ്യ കിരണം. അടുത്ത ചോദ്യം, പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഓപ്ഷൻ സി ഇടുക്കി, പത്തനംതിട്ട. ചോദ്യം, രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ സി ഒന്ന് മാത്രം ശരിയാണ്. ശരിയായത്, നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റെഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. അടുത്ത ചോദ്യം, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ്? ഓപ്ഷൻ ഡി ഇരുമ്പ്. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ. അടുത്ത ചോദ്യം, ലോക ആരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ലോക ആരോഗ്യ ദിനം 2025 പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഇത് രണ്ടും പഠിച്ചു വെച്ചോണേ. ലോക ആരോഗ്യ ദിനം 2025 പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഓക്കെ, ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 അതും കൂടെ ഓർത്ത് വെച്ചോണേ. ഓക്കെ. ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? ഓപ്ഷൻ എ 1, 2 എംഫിസിമ, ഫാറ്റി ലിവർ. അടുത്ത ചോദ്യം, വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? ഓപ്ഷൻ ഡി BSVI. അടുത്ത ചോദ്യം, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി? ഓപ്ഷൻ ബി കുറയുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി W = P × T. പ്രവൃത്തി = പവർ × സമയം. അടുത്ത ചോദ്യം, ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ അമേരിക്ക. അടുത്ത ചോദ്യം, 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക. ഓപ്ഷൻ സി രണ്ടും ഒരുമിച്ച്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഋതു കരിദാൾ. അടുത്ത ചോദ്യം, ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി അലൂമിനിയം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിനാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആപ്റ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? ഓപ്ഷൻ എ pH < 5.5. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. അടുത്ത ചോദ്യം, ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏവ? ഓപ്ഷൻ ഡി O2, O3 ആൻഡ് O4. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ഓപ്ഷൻ സി ബ്രോമിൻ. അടുത്ത ചോദ്യം, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? ഓപ്ഷൻ എ കൊടിയേറ്റം. അടുത്ത ചോദ്യം, ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഓപ്ഷൻ ഡി സാഹിത്യ വിമർശനം. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ എ പമ്പ. അടുത്ത ചോദ്യം, ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ടെന്നീസ്. അടുത്ത ചോദ്യം, 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ബി പ്രഭാവർമ്മ. അടുത്ത ചോദ്യം, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? ഓപ്ഷൻ ബി ഹിമപ്പുലി. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികൾ? ഓപ്ഷൻ സി കുമാരനാശാൻ. അടുത്ത ചോദ്യം, ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര്? ഓപ്ഷൻ സി Mac OS X. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി സഫാരി. സഫാരി ഒരു വെബ് ബ്രൗസറാണ്. സെർച്ച് എഞ്ചിനുകളാണ് യാഹു, ബിങ്, ആസ്ക്. ചോദ്യം, പ്രോമിൻ്റെ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ സി പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അടുത്ത ചോദ്യം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത്? ഓപ്ഷൻ ഡി 2008. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് കൂടിയ ബാൻഡ് വിഡ്ത്ത്, കൂടിയ ചിലവ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഓപ്ഷൻ ബി ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. അടുത്ത ചോദ്യം, പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? ഓപ്ഷൻ ബി 46. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി. ചോദ്യം, SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി 1989. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ 2024 അനുസരിച്ച് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ആയിരുന്നു. ഇപ്പോൾ നിലവിൽ
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യമാണ്. അത് ഓർത്ത് വെച്ചോണേ. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ഓപ്ഷൻ സി ശ്രീ BS മാവോജി. ചോദ്യം, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈഷ്ഠിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏത്? ഓപ്ഷൻ ഡി മെഡുല ഒബ്ലങ്കേറ്റ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തതേത്? ഓപ്ഷൻ സി ഡിഫ്തീരിയ. വൈറസ് രോഗങ്ങളാണ് നിപ, എയ്ഡ്സ്, ചിക്കൻ ഗുനിയ. അടുത്ത ചോദ്യം, മനുഷ്യശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ കൊടുത്തവയിൽ ഏത്? ഓപ്ഷൻ എ തൈമോസിൻ. അടുത്ത ചോദ്യം, പോളിയോ രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ബി OPV. അടുത്ത ചോദ്യം, 10 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം എത്ര? ഓപ്ഷൻ സി 0. അടുത്ത ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏത്? ഓപ്ഷൻ എ പൂർണ്ണാന്തര പ്രതിപതനം. അടുത്ത ചോദ്യം, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ഡി പാസ്കൽ നിയമം. അടുത്ത ചോദ്യം, സ്വർണം ലയിക്കുന്ന അക്വാറീജിയ ഏതൊക്കെ ചേരുന്നതാണ്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചോദ്യം, ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായ മൂലകം ഏത്? ഓപ്ഷൻ ബി ഫ്ലൂറിൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ അയിര് അല്ലാത്തതേത്? ഓപ്ഷൻ സി ബോക്സൈറ്റ്. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. ഇരുമ്പിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ. ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം, മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം. ഓപ്ഷൻ ബി സംക്ഷേപ വേദാർത്ഥം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ 2, 1, 4, 3. വേലുത്തമ്പിയുടെ കലാപം 1809, കുരിശ്ശിക്കലാപം 1812, ചാന്നാർ ലഹള 1859, മലബാർ കലാപം 1921. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ് ആയ സെന്റ് ജോസഫ് പ്രസിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ ഡി മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുത്ത ചോദ്യം, വരിക വരിക സഹചര്യയെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകണം. ദേശീയബോധം ഉണർത്തുന്ന ഈ വരികൾ രചിച്ചതാര്? ഓപ്ഷൻ ബി അംശി നാരായണ പിള്ള. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏവ? ഓപ്ഷൻ സി കേസരി മറാത്ത. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ഡി 2 മാത്രം. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ലാഹോർ കോൺഗ്രസുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു, 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളും സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ ക്യാബിനറ്റ് മിഷൻ 1946, ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് 1940, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942, മൗണ്ട് ബാറ്റൻ പ്ലാൻ 1947. അടുത്ത ചോദ്യം, എ വിഭാഗത്തിലെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി വിഭാഗം പൂരിപ്പിക്കുക. നാനാസാഹിബ് കാൺപൂർ, ഷാമാൽ ഡാഷ്. ഓപ്ഷൻ സി ബറൌട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഓപ്ഷൻ എ ആനി ബെസന്റ്. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും എക്സാം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്